ശ്രീ വിൻസെന്റ് എം എ, വെരി ഗുഡ് മോർണിംഗ്. വളരെ നിർഭാഗ്യകരമായൊരു വാർത്തയാണ്, വളരെ സങ്കടകരമായൊരു വാർത്ത. 2 വയസ്സുള്ള കുഞ്ഞാണ്. എന്താണ് സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി നമ്മൾ കരുതുന്നത് ശ്രീ വിൻസെന്റ് എം എൽ എ? തീർച്ചയായും വളരെയധികം ദാരുണമായ ഒരു സംഭവമാണ്. നാട്ടുകാരെല്ലാം ധരിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണിത്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ശേഷമാണ് കുഞ്ഞിനെ കാണാതാകുന്നതെന്നാണ് വീട്ടുകാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ സമയത്ത് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ആ വീട്ടിൽ തന്നെ സഹോദരൻ കിടന്ന റൂമിൽ മുറി തീപിടുത്തം ഉണ്ടായി. അത് ഞാനവിടെ പോയപ്പോൾ മണ്ണെണ്ണയുടെ ഒരു സ്മെല്ലൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ആ സമയത്ത് അമ്മ കുഞ്ഞിനെ നോക്കിയപ്പോൾ ഒരു കുട്ടിയുണ്ട്, അടുത്ത കുട്ടി കണ്ടില്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, കണ്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത്. എന്തായിരുന്നാലും കുഞ്ഞു പോയി വീഴാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരു വിലയിരുത്തൽ. ഈ എം എൽ എ, ഒരു സംശയം ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു, ഇത് ആൾമറയുള്ള കിണറായിരുന്നില്ലേ? ഈ ആൾമറയുള്ള കിണറായിരുന്നില്ലേ, മറയുള്ള കിണറായിരുന്നില്ലേ? കുട്ടി സാധാരണ പോയി വീഴാനുള്ള സാധ്യത കുറവായിരിക്കുമല്ലോ സ്വാഭാവികമായും. അത് കൈവരിയൊക്കെ ഉള്ള കിണറാണ്. ഒരിക്കലും അങ്ങനെ പോവില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ പോയി വീഴുന്നു എന്നുള്ള ഭാഗം എനിക്കെന്തായാലും വിശ്വസിക്കാൻ കഴിയും. പോയി വീഴുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയും. മാത്രമല്ല കതവ് തുറന്നു പോകും പദ്ധതി. അതെ, താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവിടെ ഒരു തീപിടുത്തം നടന്നിരിക്കുന്നു, മണ്ണെണ്ണയുടെ ഗന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം ഇതിനുള്ളിലുണ്ട്. അതാരാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പോലീസ് അതിരാവിലെ തന്നെ DVSPയുടെ നേതൃത്വത്തിൽ പോലീസ് എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് അറിഞ്ഞ ഉടനെ ഞാൻ അവിടെ പോയി. അപ്പോൾ കുട്ടി എവിടെയാണെന്ന് അറിയില്ല. പോലീസും നാട്ടുകാരും എല്ലാം നാലുപാടും പരിശോധന നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ അല്പം കഴിഞ്ഞപ്പോഴാണ് ഈ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. അവർ പരിശോധനയിലാണ് കുഞ്ഞ് അതിലുണ്ടതായിട്ട് കണ്ടെത്തി. കുട്ടിയെ എടുത്തിട്ട് ഒരു 15 മിനിറ്റേ ആവുള്ളൂ. 10-15 മിനിറ്റ് ആവുള്ളൂ. അങ്ങ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞിന്റെ ദേഹത്തെ പാടുകളോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വേറെ ഒന്നും ഞാൻ നോക്കേണ്ട ഒരു ഇതായിരുന്നില്ല, നോക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ബാക്കി പോലീസ് അതിന്റെ ഇൻക്വസ്റ്റും മറ്റു കാര്യങ്ങളും. എന്തായാലും ഈ ശ്രീജിത്ത് ഇപ്പോൾ സ്ഥലത്തുണ്ടോ അവിടെ? അതായത് ഈ കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും സ്ഥലത്തുണ്ടോ? അവരെല്ലാരും അവിടെ ഉണ്ട്. ഒരു അമ്മാവനും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഈ ശ്രീജിത്തിനെ കൂടാതെ ഒരു അമ്മാവനും ആ വീട്ടിലുണ്ടായിരുന്നു. അതായത് ഇന്ന് അവിടെ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുകയാണ്. ഒരു 16 അടിയന്തരം നടക്കുന്ന ദിവസമാണെന്ന്. അവിടെ നേരത്തെ ഒരു മരണം നടന്നിരുന്നു. അപ്പൊ അതിന്റെ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്നതാണ്. അങ്ങനെയാണ് ഇന്ന് അവിടെ. എനിക്ക് തോന്നുന്നു ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു. അതിന്റെ വിവരം എനിക്കറിയില്ല. ചിലപ്പോൾ ബന്ധുക്കളൊക്കെ വന്നിരിക്കും. ശരി എന്നാ.